സ്മാർട്ട് ഫോൺ രംഗത്ത് വളരെ മുൻപന്തിയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് HUAWEI ഈ കഴിഞ്ഞ ദിവസം രണ്ട് സ്മാർട്ട് ഫോൺ മോഡലുകൾ വിപണിയിൽ ഇറക്കുകയുണ്ടായി. ഒന്ന് P20, മറ്റൊന്ന് P20 Pro. P20ക്ക് എടുത്തു പറയേണ്ട വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിലും P20 Pro കിടിലൻ ഫീച്ചറുകളോട് കൂടിയാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ വീഡിയോയുടെ P20 Proയുടെ പ്രധാന വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. P20 Proയ്ക്ക് എടുത്തു പറയേണ്ട ഒരുപാട് വിശേഷങ്ങളാണ് HUAWEI നൽകിയിരിക്കുന്നത്. ഇതുവരെ ഒരു സ്മാർട്ട് ഫോണും പുറത്തിറക്കാത്ത രീതിയിലുള്ള ട്രിപ്പിൾ പിൻ ക്യാമറയുമായിട്ടാണ് HUAWEI P20 Pro വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. തകർപ്പൻ ഫീച്ചറുകളാണ് ഈ ഫോണിൽ നൽകിയിരിക്കുന്നത്. ഇതിന്റെ പ്രധാന ഹൈലൈറ്റ്സുകളാണ് 3 ക്യാമറ, ആകർഷണീയമായ കിടിലൻ ഡിസൈൻ, 4G+ ഡുവൽ വോൾട്ടേജ് സപ്പോർട്ടോട് കൂടിയ ഡുവൽ സിം സ്ലോട്ട്, സ്വന്തം ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റോട് കൂടിയ ഗൂഗിളിന്റെ AR കോർ പ്ലാറ്റ്ഫോം കൂടി സപ്പോർട്ട് ചെയ്യുന്നു. ഇവയൊക്കെയാണ് P20 Proയുടെ പ്രധാന വിശേഷങ്ങൾ. ഇതിന്റെ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ iPhone X നിന്നും കുറച്ചൊക്കെ കോപ്പി ചെയ്ത രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ നൽകിയിരിക്കുന്നത്. 6.1 ഇഞ്ച് വലിപ്പമുള്ള AMOLED സ്ക്രീനിന് iPhone X രീതിയിലുള്ള നോട്ട്സ് ഡിസ്പ്ലേ ഡിസൈനിംഗ് ആണ് നൽകിയിരിക്കുന്നത്. പൂർണ്ണമായ ഒരു ബെസൽലെസ് ഇല്ലെങ്കിലും താഴ്ഭാഗത്ത് മുൻവശത്തായി നൽകിയ ഫിംഗർ പ്രിന്റ് സെൻസറിന് ഒഴിച്ചുവിട്ട ഭാഗം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ബെസൽലെസ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. വളരെയധികം ആകർഷണീയമായ ഡിസൈനാണ് ഫോണിൽ നൽകിയിരിക്കുന്നത്. ട്വിലൈറ്റ്, ബ്ലാക്ക്, മിഡ്നൈറ്റ് ബ്ലൂ, പിങ്ക് ഗോൾഡ് എന്നിങ്ങനെ 4 കളറുകളിൽ പുറത്തിറക്കിയ ഫോണിന് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. വളരെ ആകർഷണീയമായ ഡിസൈൻ തന്നെയാണ് ഫോണിൽ നൽകിയിരിക്കുന്നത്. IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ സർട്ടിഫിക്കറ്റോട് കൂടിയ പ്രൊട്ടക്ഷനും ഫോണിൽ നൽകിയിരിക്കുന്നു. Android 8.1 ഓരോ വെർഷനിൽ പ്രവർത്തിക്കുന്ന ഈ ഫോണിന് HUAWEIയുടെ സ്വന്തം UI ആയ ഇമോഷൻ UI 8.1 ആണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ സ്റ്റോറേജ് മറ്റു പ്ലാറ്റ്ഫോമിലേക്ക് ശ്രദ്ധിച്ചാൽ 6GB റാമിൽ 128GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള ഈ ഫോണിന് HUAWEIയുടെ തന്നെ സ്വന്തം പ്രൊസസറായ ഹൈസിലിക്കോൺ കിരിൻ 970 പ്രൊസസറാണ് നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം ഗ്രാഫിക്സിന് വേണ്ടി മാനിയുടെ G72 MP12 ഗ്രാഫിക്സ് സെറ്റും നൽകിയിരിക്കുന്നു. വളരെ കരുത്താർന്ന പെർഫോമൻസ് തന്നെ ഫോൺ നൽകുന്നുണ്ട്. യാതൊരുവിധ ലാഗും ഇല്ലാതെ ഫോണിനെ പ്രവർത്തിപ്പിക്കാനും സാധിക്കും. HUAWEIയുടെ ഏറ്റവും മികച്ച ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിലയും നാം ഇതിന് നൽകേണ്ടി വരും. €899 ആണ് ഇതിന് വില പറയുന്നതെങ്കിലും ഇന്ത്യൻ വിപണിയിൽ ലഭിക്കുമോ, എപ്പോഴാണ് ലഭിക്കുക, എത്രയായിരിക്കും വില എന്നൊന്നും ഇതുവരെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും ഇതിന്റെ ഫീച്ചറുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 65,000-ന് മുകളിൽ പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്ന വില. ഇതിന്റെ പ്രധാന ഫീച്ചറായ ക്യാമറയുടെ ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. എടുത്തു പറയേണ്ട ഫീച്ചറുകൾ തന്നെയാണ് ക്യാമറയ്ക്ക് നൽകിയിരിക്കുന്നത്. ലോകത്ത് ആദ്യമായാണ് ഒരു സ്മാർട്ട് ഫോണിന്റെ പിൻ ക്യാമറയ്ക്ക് 3 ലെൻസോട് കൂടിയ ക്യാമറകൾ നൽകുന്നത്. വ്യത്യസ്തമായ 3 ലെൻസുകളാണ് നൽകിയിരിക്കുന്നത്. 40 മെഗാപിക്സലിന്റെ മോണോക്രോം ലെൻസും 20 മെഗാപിക്സലിന്റെ RGB ലെൻസും അതോടൊപ്പം തന്നെ 8 മെഗാപിക്സലിന്റെ ടെലി ലെൻസുമാണ് നൽകിയിരിക്കുന്നത്. ഇത്തരം സെൻസറുകളുള്ള മറ്റൊരു ഫോണും നമുക്ക് കാണാൻ സാധിക്കില്ല. ക്യാമറയുടെ സിംഗിൾ ക്യാമറ കൊണ്ട് ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്ന Pixel 2 XL അവിടെ ഉണ്ടെങ്കിലും മറ്റുള്ള ഡുവൽ ക്യാമറ വിഭാഗത്തിലേക്ക് ശ്രദ്ധിച്ചാൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ക്യാമറയും P20 Proയുടേത് തന്നെ ആയിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഡുവൽ ക്യാമറ വിഭാഗത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് S9 Plusഉം iPhone 10 ഒക്കെ ആണെങ്കിലും അവരെയൊക്കെ കടത്തിവെട്ടുന്ന രീതിയിലുള്ള ഉഗ്രൻ ക്യാമറ ഫീച്ചറുകളാണ് HUAWEI P20 Proക്ക് നൽകിയിരിക്കുന്നത്. ഈ ക്യാമറകൾക്കൊപ്പം HUAWEIയുടെ സ്വന്തം AI ഫീച്ചർ കൂടി ചേരുമ്പോൾ വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഇമേജുകളും മറ്റും പകർത്താൻ നമുക്ക് സാധിക്കുന്നു. AI ഫീച്ചർ ഇതിനു മുമ്പ് പുറത്തിറക്കിയ മാറ്റലിലൂടെ അവതരിപ്പിച്ചിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള ഫീച്ചർ തന്നെയാണ് P20 Proയിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ലഭിക്കുന്നത്. കൃത്യമായ രീതിയിലുള്ള ഇമേജുകൾ പകർത്താൻ അതുകൊണ്ട് തന്നെ നമുക്ക് സാധിക്കും. ഓരോ ലെൻസിനും വ്യത്യസ്തമായ അപ്പച്ചറും ഇതുവരെ ഒരു സ്മാർട്ട് ഫോണും നൽകാത്ത രീതിയിലുള്ള